ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ പറ. ഹായ്. ഹായ്. ഒരു ചെറിയ ട്രിപ്പ് പോവാണ് ബാലിക്ക്. ഒരു 4 ദിവസത്തേക്കുള്ള ഒരു ക്വിക്ക് ട്രിപ്പാണ്, ഫാമിലി ഉണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിക്കാം. അല്ലേ? റെഡി? യേ. അയ്യായിട്ട് സ്ഥലത്ത് ബാലി ഭയങ്കര വഴക്കമുണ്ടായിരുന്നു. നോട്ടി ഗേൾ ആണ്. Okay, we'll not send you to Bali. Voting chilla. Bali adenne, going to Bali. Check-in കഴിഞ്ഞു. ഇനിയിപ്പം ഡിപ്പാർച്ചർ ഏരിയയിലോട്ട് പോയിട്ട് അവിടെ സെക്യൂരിറ്റി ചെക്ക് സംഭവങ്ങളൊക്കെ. Yo, time's up. Good one, Mike. 26 points. Good job. Try again. എയർപോർട്ടിന്റെ അകത്ത് തന്നെ ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ടായിരുന്നുണ്ട്. പിള്ളേർ കുറെ നേരത്തേക്ക് അവിടെ എന്റർടൈൻഡ് ആയി. അപ്പൊ പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് പ്ലെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. Is that big plane, Zara? Big plane? Big plane. Mama, what color is Big plane. Bali. Nothing. That's a plane. Yeah. ഉണ്ട്. നമ്മുടെ ഫുഡ് അടി തുടങ്ങി കഴിഞ്ഞു. ഇതറിയോ ഇതിനാ ഫുഡ് കഴിക്കും. എന്ത് പോരും നിങ്ങടാ ഞാൻ തന്നുണ്ടാക്കിയത്. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ ഹോളിഡേ ഇതാ തുടങ്ങി. എനിക്ക് ഈ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ എന്ത് രസാ. നമ്മളിങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞാ. ഒറ്റയ്ക്ക് സീറ്റിലായിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബാലി എത്തി. വെൽക്കം ടു ബാലി. ഫ്ലൈറ്റൊക്കെ നല്ല സുഖമായിരുന്നു. പിള്ളേർ നന്നായിട്ട് ഉറങ്ങി, അതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇമിഗ്രേഷനൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. കാരണം നമ്മൾ വിസയൊക്കെ ഓൺലൈൻ നേരത്തെ എടുത്തായിരുന്നു, അതുകൊണ്ട് ഒട്ടും തന്നെ ഡിലേ വന്നില്ല. ഇപ്പോൾ ഇതാ ലഗേജ് ക്ലെയിമിനായിട്ട് ഇവിടെ കാത്തിരിക്കുന്നു. ഞാനതാ ചെക്കിനെല്ലാം കഴിഞ്ഞ് ഒഫീഷ്യലി ബാലിയിലോട്ട് ഇറങ്ങി. ഇനി നമുക്ക് ഒരു സിം എടുക്കണം. അപ്പോൾ ഇനി നമുക്കൊരു സിം എടുക്കണം ആൻഡ് ഒരു ടാക്സി വിളിച്ച് വീട്ടിൽ പോകണം. നല്ല ഇങ്ങനെ ആൾക്കാർ കാത്തിരിക്കാനായിട്ട് ഇതാ നമ്മുടെ ടാക്സി കിട്ടി. ഒരു 7 സീറ്റർ ടാക്സിയാണ്. നമ്മളെല്ലാവരും കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറും. ഈ 7 സീറ്റർ വണ്ടിയിൽ നമ്മൾ 7 അഡൾട്ട്സും 2 പിള്ളേരും പിന്നെ 7 പെട്ടിയും കൂടെ കയറ്റിയത്. ഇതെങ്ങനെ കയറ്റിയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ നമ്മൾ കുത്തി നിറച്ച് കയറി ഇരുന്ന് എത്തിയ സ്ഥലത്ത് ഹോട്ടലിലെത്തിയപ്പോൾ അവിടെ നല്ലൊരു പ്ലേ ഏരിയ പിള്ളേർക്ക്. അപ്പോൾ അവർ നേരെ അങ്ങോട്ട് കയറി കുറച്ച് കളിക്കാൻ പറ്റി. അവര് ബാക്കിയെല്ലാം ചെക്കിനും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട് അമ്മേ. കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് നൈറ്റിലേക്കുള്ള റൂം. ജസ്റ്റ് ഒരു കുട്ടിമുറി. ഇന്ത്യ ബാത്റൂം ഇന്ത്യ. Hi kids.
ബാത്റൂം ഒരു ചെറിയ ബാത്റൂം. ഇപ്പൊ കണ്ടല്ലോ നമ്മുടെ മുറി കണ്ടല്ലോ. ഫസ്റ്റ് നൈറ്റിലേക്ക് നമ്മൾ ജസ്റ്റ് ചെറിയൊരു റൂമാണ് എടുത്തത്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമാട്ടോ. ലൈക്ക് $50 നൈറ്റ് അങ്ങനെ എങ്ങാണ്ടേ വരുന്നുള്ളൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമാണ്. നമ്മളിങ്ങനെ എടുക്കാനുള്ള കാരണം ഇതിപ്പോൾ നമ്മൾ രാത്രി 10 മണിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കിടക്കുക മാത്രമാണ് ഇവിടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാൻസി റൂം എടുത്ത് വെറുതെ പൈസ കളയണ്ട എന്ന് വിചാരിച്ചു തന്നെയാണ്. അപ്പം അതൊരു ട്രാവൽ ടിപ്പും കൂടെയാണ്. നമുക്ക് അധികം ടൈം ആ ദിവസം ഇല്ലെങ്കിൽ ജസ്റ്റ് ഭയങ്കര ബഡ്ജറ്റ് റൂം എടുക്കുക, കിടക്കുക, പിന്നെ നല്ല ഹോട്ടലിലോട്ട് അടുത്ത ദിവസം പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഡേ 2 ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ചെക്കൗട്ട് ചെയ്യാണ്. ആൻഡ് ഇനിയിപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഇന്ന് സഫാരി പാർക്കിൽ പോകണം. പിന്നെ വേറെ 2-3 ബാലി സ്വിംഗ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ചെയ്യാനുണ്ട്. അടുത്ത ദിവസത്തേക്ക് നമ്മളൊരു ഫുൾ ഡേക്ക് ടാക്സി ബുക്ക് ചെയ്തു. ഇവിടെ ബാലിയിൽ നമുക്കിങ്ങനെ ഫുൾ ഡേ ആയിട്ട് ടാക്സി ബുക്ക് ചെയ്യാം. ഇതിനൊരു $80 ആയിരുന്നു. ഇത് ഹൈൻഡായി H1 എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇതൊരു 8 സീറ്റർ കാറാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം ഒരുപാട് പേരായിട്ട് വരുന്നവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഒരു ലുവാക്ക് കോഫി കുടിക്കാനാണ്. ലുവാക്ക് കോഫി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആനിമലുണ്ട് ലുവാക്ക് എന്ന് പറഞ്ഞിട്ട്. അത് ഈ കോഫി ബീൻസ് കഴിച്ചിട്ട് അത് ഡൈജസ്റ്റ് ചെയ്ത കോഫി ബീൻസ് ആയിരിക്കും. പിന്നെ നമ്മൾ അതായത് അതിൻ്റെ പൂപ്പിൽ കൂടെ വരുന്ന കോഫി ബീൻസ് പിന്നെ അവർ പ്രോസസ്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് പിന്നെ കോഫി ആക്കുന്നത്. ഇത് വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കോഫിയാണ്. ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്. This is the luwak. Okay. This is the luwak. Yeah, normally they're not friendly because why? All right. Okay. This one, eh? Yeah, but this animal is nocturnal animal, active only at night time. But it doesn't eat only coffee here. They eat papaya and banana. He drink coffee. He doesn't drink coffee. He eats the bean. But He doesn't drink the coffee. Okay, tell me the story. this animal, they eat the coffee bean. They eat only Arabica coffee because when the Arabica coffee ripe, sweet enough, but they eat only the shell. Okay. This animal doesn't chew the bean. They only swallow. That's why when the food out is coffee. It's $50 for a cup of this coffee in other country. Very expensive. Most expensive coffee in the world. Because of the process. നമ്മൾ ക്ലീൻ ചെയ്തെടുക്കും. We have to clean this food more than 5 times because we have to make sure this coffee clean without bacteria. We do like darling. How much they will do? How many bean? കേറി തൊടല്ലേ? This animal they cannot produce a lot of coffee because they doesn't eat the bean every day. And They eat mostly papaya and banana. That's why it makes it a little bit expensive because of the process. The poo? Yeah, Oh, this is only the poo, only the okay. sample. But this one we don't use for coffee anymore. Only for show because when the animal food we Angane have to happy clean enjoy. directly. This one before we clean, Yes. and this one here after we wash After washing. 5 times. മനസ്സിലായോ? So the bean look like this, but this one here doesn't smell like coffee because we have to roast it first. Okay. Doesn't smell. This Ryan, one look, is this you is want the to smell. poo. This is the poo of the animal. Yeah, after we fry. Biryani. grams of it? This is a different smell. കിറ്റി ഫിഷ് അല്ലേ? ബാ അടി. നമ്മുടെ കോഫി വന്നു. Okay, thank you brother. Can you tell us what these are? Come and sit here. Take. Look. You can use that one also same. Everything in this order, yeah? Everything in there. Okay. Yeah, except durian we don't have. Okay, good. This one you can start from Bali coffee and then coconut, vanilla, ginger, ginseng. Bali coconut, vanilla, ginger, ginseng. This one is avocado. This one mangosteen, lemon, herbal, ginger. This one here. This one is lemongrass and then rosella, butterfly pea, hot chocolate, mochaccino. So this one will start from here, yeah? Yeah. Which one is ginger?
ഓക്കെ താങ്ക് യു. അങ്ങനെയുണ്ട്, ഞാനങ്ങനെ കഴിക്കട്ടെ. ഇത് ബാലി കോഫി എക്സ്പ്രസ്സോ, ഭയങ്കര കയ്പ്. നോക്കട്ടെ, ഇതെന്താ? വാനില. ആ വാനിലയുടെ ഇത് മമ്മിക്ക് ഇഷ്ടാവും. വാനിലയുടെ ഒരു മധുരം മതിയോ? ഇല്ല, ഇത് ഇവിടെ ഇതെന്ത് ടേമറിക് എന്താ, ലെമൺ ടീ. ഞാൻ ഓർഡർ മാറ്റില്ലേ? മാറ്റിയോ വീണ്ടും? ഓ, ഇത് നമ്മുടെ മഞ്ഞൾ ഇട്ടിട്ട് ടേമറിക് ടേമറിക്. ഇത് വെള്ളം അവിടെ തന്നെ വെച്ചാക്കണേ. ഇവിടെ ചോക്ലേറ്റ് റൈൻ. കോഫി 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 യെസ് കോഫി കുടിക്കാം. ഈ കാപ്പിയാ രണ്ടുപേരും കൂടെ അല്ല, മമ്മി കുടിക്കും. അതിന്റെ ഒരു കാസ്റ്റ് റിയൽ കോഫി. മൃഗത്തിന്റെ ചെറിയൊരു കുടിക്കാം. അതെ കാപ്പി സായിപ്പന്മാർ കുടിക്കുന്ന കാപ്പിയാ. അവരൊക്കെ മൂന്നാമത്തെ ക്ലാസ്. ഇതാ ടേസ്റ്റ്. ലഞ്ചിന് നമ്മളിവിടെ ഉബുദിൽ തന്നെ പഞ്ചാബ് ഗ്രിൽ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് ആയിരുന്നു. നമ്മുടെ സെക്കൻഡ് ഹോട്ടലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് താമസിക്കുന്നത് മാരാ റിവർ സഫാരി പാർക്കാണ്. ബാലിയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് പ്ലേസസ് എന്ന് വേണേൽ പറയാം. അടിപൊളിയാണ് ഇവിടെ. ആൻഡ് ഇവിടെ ജിറാഫ്സും എല്ലാം ഉണ്ട്, എല്ലാ ആനിമൽസും. ഇതൊരു സഫാരി പാർക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. കാണിച്ചു തരാം. അവിടെ ആ കാണുന്നതാണ് നമ്മൾ റൂം. ഇവിടെ ഇതുവരെ ചെക്കിൻ ആയിട്ടില്ല. And which animals are these? These animals were not there last time we came. I don't know what they're called. But look at these giraffes. They're so cool. Stop, Zara. Look, what are they doing? ഹലോ ബാലി. ഇവിടെ കുറെ കുഞ്ഞു മീർക്കാറ്റ്സ് ഉണ്ട്. Hello. Do you take fart? Come on. I don't know what they do. ഇതെന്നതാ രമോ ഇത്? Come on, come on, come on, come on, come on, come on. Elsa, കടിക്കുവോ? come on. ആർക്കറിയാം? Elsa, come on. Hey, പറഞ്ഞേ. you want this? Elsa, come on, ഇത് കുറേ എണ്ണം വന്നല്ലോ. come on. You want this? Come on. കടിക്കുവാ രമോ? കടിക്കുവാ? എനിക്കറിയില്ല, ചിലപ്പോ കടിക്കും. വൈൽഡ് അല്ലേ ആൻറ്റി? ഇതെന്ത് ക്ലോസ് ആയിട്ടല്ലേ? അല്ല, അത് ഫുഡിന് വരുന്ന. ഇതാണും പെണ്ണുവാന്ന് തോന്നുന്നു. അല്ല, അമ്മയും മോളാന്ന് തോന്നുന്നു. അമ്മയും മോളുവാ. എന്ത് ചോള അല്ല. തിന്നാൻ കൊണ്ടുപോയി കൊടുക്കുമെന്ന് തോന്നുന്നു. ബാബ ലജു വിളിക്കുന്നുണ്ട്. അയ്യോ, ഇത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇടി കയറുന്നത്. ഇത് കണ്ടോ പാടം, ഞങ്ങളുടെ വൈക്കം പോലില്ലേ? ആണ്. ഞങ്ങൾ ഈ സൈഡൊന്നും കഴിഞ്ഞാണ് വന്നില്ലേ? Cool. Is it big? Very big. Really? Awesome. Oh, ഇത് ഫുൾ ഓൺ വീടാ. അടിപൊളി. AC, നല്ല AC. ബാത്റൂം കൊള്ളാലോ. ഓ സോറി, പഴയിരിക്കുന്നു.
നോക്കട്ടെ ബ്രോ, ലെറ്റ് മീ സീ വാട്ട്സ് ഇൻ ഹിയർ. സെക്കൻഡ് റൂം. Sure, Kanna. So this is our. Oh wow, beautiful view. I'm looking out the window and then I jump. ഒരു മിനിറ്റ്. കൊള്ളാലോ. ബാത്റൂം, ഷവർ. ഒരു ഫാമിലീസ് ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളൊരു 3 bedroom യൂണിറ്റ് ആണ് മാരാ റിവറിൽ ഇത്തവണ എടുത്തത്. ഇവിടെ 3 റൂമും അത്യാവശ്യം നല്ല സൈസും 3 അറ്റാച്ച് ബാത്റൂമും ഉണ്ടായിരുന്നു. അതുപോലെ നല്ലൊരു ലിവിംഗ് ഏരിയ, നമുക്കിങ്ങനെ ഇരുന്ന് ടി വി ഒക്കെ കാണാനും ഒക്കെ ആയിട്ടൊരു ലിവിംഗ് ഏരിയ, പിന്നെ ഇതുപോലൊരു ഡൈനിങ് ഏരിയ ഉണ്ട്. കിച്ചൺ മാത്രം ഇതിലില്ല. സോ ഒരു ബാക്കി എല്ലാം വീടിന്റെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു റൂം നേരെ പൂൾ ഫേസിങ്, ഈ ഒരു റൂമിനും ചെറിയൊരു വ്യൂ ഉണ്ട് പൂളിന്റെ. ബാക്കി താടി ഫീൽഡ് വ്യൂ ആണ്. അവിടെ ഒരു പൂൾ അവിടെയായിരുന്നു. പിന്നെ ബാൽക്കണിന്നും പൂൾ വ്യൂ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പൂള് ഫുൾ റിസോർട്ടിൻ്റെതായിട്ടുള്ള കോമൺ പൂളാണ്. പക്ഷെ അവിടെ നമ്മൾക്ക് ഒരു ഇൻഫിനിറ്റി വ്യൂ ആണ്. ആൻഡ് അവിടെ ഈ ആനിമൽസ്, സീബ്രാസും റൈനോസും എല്ലാം അതിൻ്റെ അടുത്ത് തന്നെ വരും. പിന്നെ ഈ പൂളിൽ തന്നെ ഒരു ബാറുണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് മേടിക്കാം. ഈ സഫാരി പാർക്കിന്റെ ഭയങ്കര ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവിടുത്തെ ഫുഡ് വിത്ത് ലയൺസ്. ഇവിടുത്തെ ഹോട്ടലിൽ നമുക്ക് ലയൺ ഡെന്നിന്റെ വ്യൂ, പ്രോപ്പർ വ്യൂ ഉണ്ട്. കാണിച്ചു തരാം. ഈ റെസ്റ്റോറന്റിന്റെ പേര് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ലയൺസ് എന്നാണ്. സോ ഈ ഫുൾ റെസ്റ്റോറന്റ് ലയൺ ഡെന്നിന്റെ തൊട്ട് സൈഡിൽ തന്നെ നല്ല ടെമ്പേർഡ് ഗ്ലാസ്, നല്ല തിക്കായിട്ടുള്ള ഗ്ലാസ് ആണ് ഇതിന്റെ നടുക്ക് വെച്ചേക്കുന്നത്. സോ ഒരു കാരണവശാല ലയൺസിന് നമ്മുടെ അടുത്ത് വരാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അവരവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ റൂമിൽ നിന്ന് നല്ല ഭംഗിക്ക് കാണാം. ആൻഡ് നൈറ്റ് സഫാരിക്ക് ആൾക്കാർ വന്ന് ഇതിന് ഫുഡൊക്കെ കൊടുക്കുന്നതും ഒക്കെ നമുക്ക് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം. ഇത് അവിടുത്തെ ഡിന്നർ ബുഫേ സ്പ്രെഡ് ആയിരുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു വെറൈറ്റി ഉണ്ടെന്ന് പറയാം. ഭയങ്കര അടിപൊളിയൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, തരക്കേടില്ലാതെ കഴിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. ഡേ 3 ആയിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് വിത്ത് ലയൺസ്. അവിടെ ലയൺസിനെ കാണാമോ? ആൻഡ് നമ്മളിപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കിനി ഒരു സഫാരിക്ക് പോകണം. അതാണ് ഇന്നത്തെ പ്ലാൻ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഏറ്റവും ഫേമസ്. കാരണം സ്റ്റേയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതും ബ്രേക്ക്ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡെഫിനറ്റ്ലി വന്ന് ഇത് കഴിക്കുകയും ചെയ്യും. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ഫുഡിന്റെ ടേസ്റ്റിനെക്കാട്ടി കൂടുതൽ ഇതുപോലെ ഭയങ്കര ക്യൂട്ടായിട്ട് അവർ ഓരോ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ട പാൻഡ ടോസ്റ്റ്, പിന്നെ അതുപോലെ ലിറ്റിൽ എലിഫൻസ്, ബെയറിന്റെ ബണ്ണ്, അങ്ങനെ ഭയങ്കര ക്രിയേറ്റീവായിട്ട് അവർ ആ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഫോറസ്റ്റ് തീം ചെയ്തിട്ടുണ്ടായിരുന്നു. And a bear, there's a little bear, there's a cute little elephant. What do you have, Ryan? Show your bear. That's your panda. How about your bear? Your big bear. Okay, I'm gonna shoot him. Oh my god. ഞാനെല്ലാം കുറച്ചായിട്ട് ട്രൈ ചെയ്തു. ആ പേർപ്പിൾ കളറിൽ കാണുന്നത് ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. അതും യോഗേർട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു പോർജ് പോലെ കഴിക്കാവുന്ന സാധനം. പിന്നെ ഈ ഒരു ഡ്രിങ്ക് ജാമു എന്ന് പറയും. ഇത് മഞ്ഞളും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇവർ കുടിക്കുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. കുടിച്ചാൽ നമ്മുടെ കഷായം പോലൊക്കെ ഇരിക്കും, പക്ഷെ ഒരൊറ്റ ഷോട്ടിന് അടിച്ചാൽ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ്. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടെ ഈ ലയൺസിനെയൊക്കെ കണ്ട് കാപ്പിയൊക്കെ കുടിച്ചിരുന്നു. നല്ല രസമാട്ടോ ഇവരിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര മെജസ്റ്റിക്കാ. Happy birthday to you. Happy birthday to you. Happy birthday. Happy birthday. Happy birthday to you. Happy birthday to you. Can I?
ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു സഫാരിക്ക് പോയി. അപ്പൊ നമ്മളെ ഒരു വണ്ടിയിലിരുത്തി ആ ഫുൾ പാർക്ക് കാണിക്കും. ആൻഡ് അവിടെ എല്ലാ ആനിമൽസിനെയും അതിന്റെ എൻക്ലോഷറിൽ കയറി നമുക്കതിനെ കാണാൻ പറ്റും. നമ്മൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങില്ല, അകത്തിരുന്ന് തന്നെ നമുക്ക് ആനിമൽസിനെല്ലാം കാണാൻ പറ്റും. ഈ പാർക്കിന്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് ആനിമൽസിന് യാതൊരു ഇന്ററാക്ഷനും ഇല്ല. സോ അവരുടേതായ ഒരു ലോകത്ത് മനുഷ്യരുടെ ഒരു ഇന്റർഫിയറൻസ് ഇല്ലാതെ തന്നെയാണ് അവർ ലിവ് ചെയ്യുന്നത്. അതുപോലെ കേജസിലോ ഒന്നുമല്ല, അവർ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. ആൻഡ് നമ്മൾ ജസ്റ്റ് അവരുടെ ഇടയിൽ കൂടെ നമ്മൾ പോയി അവരെ കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ. One on top is Latia. Latia is the female, and another one down there named Latia, the male tiger. Those guys are cows. The cows they call Watusi or African red cow. The whole സ്റ്റോപ്സ്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് ടൈഗർ എക്സസൈസസ് ആണ്. യു റെഡി ടു സി ടൈഗർ എക്സസൈസ്? അത് ഷോ അതിനെ തുടങ്ങും. ബാലിന്റെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ നിന്ന് വേർക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ കുറച്ച് സിപ്പപ്പായിട്ട് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മേടിച്ച് കഴിച്ചു. ഒന്ന് ചെറുതായിട്ട് കൂളാവാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഇതൊരു ടൈഗർ ഷോ പ്ലസ് അവരുടെ ഒരു എക്സസൈസസ് ആണ്. അതൊക്കെ കാണാനായിട്ട് ഒരു ചെറിയൊരു ഷോ. Tiger, see the same hunt. The tiger can climb trees. Wow. Tigers cubs readily climb trees and are known to chase monkeys up into the trees in an effort to catch prey. Wow. However, it is difficult. Tiger is the largest, and they only can be found in Asia. Adapted a variety of environments, including wide rivers. Wow. How long hidup di hutan rimba? Namun mampu. The tiger has been known to swim up to 29 kilometers. Wow. In this one spot, the 13, Taman Safari Indonesia conducted the world. Look, the giraffe is eating food. So nice. ഇനി നമ്മൾ അടുത്ത ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യാണ്. ഇന്ന് നമ്മൾ സെമന്യാക്കി വന്നു. ആൻഡ് ഇവിടെ നമ്മൾ 1 നൈറ്റ് ഈ ഹോട്ടലിലുണ്ട്. ആൻഡ് ഇന്നത്തെ ഇനി അടുത്തുള്ള പ്ലാൻ കച്ചക് ഡാൻസും കാണാൻ പോകണം. കാമറൈൻ ഓടിവാ. ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഹോട്ടൽ. നമ്മളിങ്ങനെ പല പല സ്ഥലത്ത് മാറി താമസിച്ചാൽ വേറെ വേറെ എക്സ്പീരിയൻസസ് കിട്ടുമല്ലോ. അപ്പോൾ ഒരു സ്ഥലത്തൊന്നും തന്നെ മടുക്കത്തുമില്ല. നമ്മൾ താമസിച്ച ഒരു വില്ല പോപ്പി എന്നായിരുന്നു ഇതിന്റെ പേര്. ആൻഡ് ഇതൊരു 3 ബെഡ്റൂം വില്ലയാണ്. ഇതിൻ്റെ അകത്ത് പ്രൈവറ്റ് പൂളുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വീടായിരുന്നു. 2 നില വീട്, താഴെ 2 ബെഡ്റൂമും മേളിൽ 1 ബെഡ്റൂം ഒക്കെ ആയിട്ട്. ആൻഡ് ഇവിടെ ഒരു കിച്ചൺ ഏരിയ ഉണ്ട്. ഒരു ഫുള്ളി ഫങ്ഷണൽ കിച്ചൺ ആണ്. സോ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ കുക്കിംഗ് ചെയ്യാം. അവർ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന് നമ്മളെ വെൽക്കം ചെയ്തു. ആൻഡ് ഇതാണ് ഇവിടുത്തെ റൂം ടൂർ. അത്യാവശ്യം നല്ല സൈസുള്ള ബെഡ്റൂംസും ബാത്റൂംസും ഒക്കെ ആയിരുന്നു. ആൻഡ് ഈ ബാത്റൂം ഒരു ഓപ്പൺ ബാത്റൂമാണ്. സോ മേളിൽ ഒരു ഓപ്പൺ ടൈപ്പ് അങ്ങനത്തെ ഒരു ബാത്റൂമാണ്. ആൻഡ് ഇതൊരു കുഞ്ഞു റൂമായിട്ട് ഇത് പിള്ളേർക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു. റൂമല്ല, ഇതൊരു ചെറിയൊരു ഡോർ. ഈ ഡോറിൽ നമുക്ക് അപ്പുറത്തെ റൂമിലോട്ട് പോകാം. സോ പിള്ളേരൊക്കെ അപ്പുറത്തെ റൂമിൽ കിടക്കുകയാണെങ്കിൽ അവരൊരു ചെറിയൊരു ലിങ്ക് ഉണ്ട് 2 റൂംസ് ആയിട്ട്. ഇത് പിള്ളേർക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി. നല്ലൊരു അടിപൊളി ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. one bedroom here. Cute bedroom. നമ്മളിപ്പോൾ വന്നത് ഉലുവാറ്റു ടെമ്പിളിലാണ് ബാലിയിൽ. ഇവിടെ മങ്കീസിന്റെ ഒരു ടെമ്പിളാണ്. ആൻഡ് ദേ ഓൾസോ ഹാവ് ഒരു സൺസെറ്റ് ഡാൻസും ഉണ്ട്. ഇവിടുത്തെ ഒരു ട്രൈബൽ ഡാൻസ്. ഇഷ്ടംപോലെ മങ്കീസ് ഉണ്ട് ഇവിടെ. I see a monkey. Yeah. Where's monkey?
ഇവിടെ ഒരു പറയുന്നുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മങ്കീസ് എടുത്തുകൊണ്ട് പോകുമെന്നൊക്കെ. നമ്മുടെ വാട്ടർ ബോട്ടിൽ അങ്ങനെ എല്ലാ സാധനങ്ങളും മോഷ്ടിക്കാനൊരു ചാൻസ് ഉണ്ട് മങ്കീസിന്. അതെ അവിടെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഈ സെറവും കൊടുത്തിട്ടുണ്ട് ആണുങ്ങൾക്കൊക്കെ. ഞാൻ പറഞ്ഞില്ലേ കുരങ്ങന്മാരെ നമ്മുടെ സാധനം എടുക്കുമെന്ന്. ഇതുപോലെ നമ്മുടെ സാധനം എടുക്കുമെന്ന് വിചാരിച്ചില്ല. ഇതാ പപ്പയുടെ കണ്ണാടി കുരങ്ങൻ കൊണ്ടുപോയി, അതും കണ്ണീന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയതാ. ഇവിടുത്തെ കുരങ്ങന്മാർക്ക് അറിയാം ഇവര് നമ്മുടെ സാധനം എടുത്താൽ നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കും, അപ്പൊ അവർക്കും ഗുണം നമുക്കും ഗുണം. ഇതിന് ഏറ്റവും ഗുണം ഉണ്ടാക്കുന്നത് ഇവിടുത്തെ തന്നെ ഗൈഡ്സ് ആണ്. ഇവര് ഫുഡ് പിന്നെ വിൽക്കാൻ തുടങ്ങി. പക്ഷെ നമ്മുടെ കഷ്ടകാലത്തിന് നമ്മൾ നോക്കിയപ്പോ ഗൈഡ്സിനൊന്നും കണ്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിലെ കുരങ്ങ് നമ്മുടെ കണ്ണാടി മൊത്തം കടിച്ച് പറിച്ച് കഴിക്കുകയും ചെയ്തു. ക്യൂ ഒരു 1.5 ക്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. കുറെ നേരം വെയിറ്റ് ചെയ്തു. അയ്യോ, ഒരു 1 മണിക്കൂർ ക്യൂ നിന്ന് നമ്മളാ. പക്ഷെ ഫൈനലി എന്തായാലും വെർത്തിട്ടായി, കാരണം നമുക്ക് ഫ്രണ്ട് റോ സീറ്റ്സ് തന്നെ കിട്ടി. ഫ്രണ്ട് റോ സീറ്റ്സ് തന്നെ നമുക്ക് കിട്ടി. അതുകൊണ്ട് നമുക്കിനി കച്ചൻ ഡാൻസ് ചെയ്യണം. Are you excited? Yeah, you should be. These kids. ഗുഡ് മോർണിംഗ്. ഡേ 4 ആയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ പുതിയ വില്ലയിൽ നമ്മൾ രാവിലെ എണീറ്റു. നല്ല അടിപൊളി, എല്ലാവരും പൂളിലൊക്കെ ഓൾറെഡി കയറി കഴിഞ്ഞു. ആൻഡ് നമുക്കൊരു ലേഡി വന്നിട്ടുണ്ട്, പുള്ളിക്കാരത്തി ഇവിടെ വന്നിട്ട് നമ്മുടെ വില്ലയിൽ തന്നെ അവരുടെ സ്റ്റാഫ് വന്ന് നമുക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരും. ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പാൻ കേക്ക് ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, ടോസ്റ്റ്, ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നല്ല ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഓഫ് കോഴ്സ് ബാലി വന്നു കഴിഞ്ഞാൽ പിന്നെ മസാജ് ചെയ്തില്ലെങ്കിൽ ദി എൻറ്റയർ ബാലി ട്രിപ്പ് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ലൊരു മസാജ് എടുത്തു. മമ്മിയും ആൻറ്റിയൊക്കെ ഒരു ഫുഡ് മസാജും ഞാനൊരു ഫുൾ ഓൺ മസാജാണ് എടുത്തത്. സ്പായും മസാജും ഒക്കെ ആയിട്ട് എടുത്തു. കാരണം ബാലിയിൽ ഭയങ്കര അഫോർഡബിൾ ആണ്, മാത്രമല്ല അവർക്ക് നല്ല കൈവശമുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. ആ മസാജ് കാണുമ്പോൾ തന്നെ അറിയാൻ ഞാൻ ശരിക്കും റിലാക്സ് ആയിട്ടായിരുന്നത്. ആൻഡ് അവർക്ക് നല്ല കൈബലമൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും എൻജോയ് ചെയ്ത് ആ മസാജ് എൻജോയ് ചെയ്തു. ഇന്നത്തേക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. ഒരു റിലാക്സിങ് ഡേ ആയിട്ട് തന്നെയാണ് നമ്മൾ വെച്ചത്. അങ്ങനെ ഒരു ദിവസമെങ്കിലും വേണമല്ലോ നമ്മുടെ ട്രിപ്പിൽ. അപ്പം വൈകിട്ട് വീട്ടിൽ വന്ന് പൂളിലൊന്ന് കയറി ഒന്ന് പിള്ളേരായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ ചെറിയൊരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ഡിന്നറും.
ഇതാണ് ബാലി സ്ട്രീറ്റ് ഷോപ്പിംഗ്. എല്ലാ കടകളും അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. ആൻഡ് നമുക്ക് ആകെ നമ്മൾ കെയർഫുൾ ആവേണ്ടത് ഇവരുടെ ഒരു ടൂറിസ്റ്റി പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര കൂട്ടിയാണ് പ്രൈസസ് പറയുന്നത്. സോ നമ്മൾ അവരെന്ത് പ്രൈസ് പറഞ്ഞാലും നെഗോഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെ പറ്റിക്കുക എന്ന് തന്നെയാണ്. സോ നമ്മൾ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾക്ക് കുറച്ചെടുക്കാൻ പറ്റും. അവർക്ക് നഷ്ടമുള്ള പോലെ ഒന്നും അവർ വിൽക്കില്ല. പക്ഷെ നല്ല ബാഗ്സും നല്ല ഷൂസ് അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അവിടെ. പിന്നെ നമ്മൾ ഡിന്നറിന് ജൂലിയൻ ബേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നത്. ഇത് ബീച്ച് സൈഡിൽ തന്നെ നല്ല ഫിഷ് നമുക്ക് അവിടുന്ന് തന്നെ മേടിച്ച് നമുക്ക് ലൈവായിട്ടുള്ള ഫിഷ് ചൂസ് ചെയ്ത് അവരപ്പം തന്നെ അതിനെ കൊന്ന് തന്ന് ഗ്രിൽ ചെയ്ത് തരുന്ന ഫിഷസ് ഉള്ള അതാണ് ഫിഷ് ഫുഡ്. സീ ഫുഡാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ്. ആൻഡ് അവിടെ ബീച്ച് സൈഡിലൊക്കെ നല്ല പാട്ടൊക്കെ കേട്ട് ഫുഡ് കഴിച്ചു. അങ്ങനെ ഫൈനലി നമുക്ക് പോരേണ്ടിയ ദിവസമായി. ഇത് എയർപോർട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ ഒരു മോളിൽ കയറി ബീച്ച് വാക്ക് എന്ന് പറഞ്ഞ കൂട്ടായിലെ മോളിൽ കുറേ സമയം ഉണ്ടായിരുന്നു നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പം ജസ്റ്റ് അവിടുന്ന് ചെറിയ ചെറിയ സ്ട്രീറ്റ് ഫുഡൊക്കെ നമ്മൾ കഴിച്ച് പിള്ളേർ അതിൻ്റെ അകത്ത് തന്നെ ഒരു പ്ലേ സെൻറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പിള്ളേർ കയറി കുറേ കളിച്ച് പിന്നെ നമ്മൾ ടയേർഡായിട്ടാണ് എയർപോർട്ടിലോട്ട് പോയത്. നമുക്ക് ചെറിയൊരു ക്വിക്ക് ആൻഡ് ഷോർട്ട് ട്രിപ്പ് ആയിരുന്നു. പക്ഷേ വളരെ റിഫ്രഷിംഗ് ആയിട്ട് എൻജോയ് ചെയ്തു. ഫാമിലി ആയിട്ട് കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ചെറിയ ബാലി വ്ളോഗ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.